ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇന്ന് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് ഫുഡ് ഐറ്റംസാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ മുന്തിരി ഉപ്പിലിട്ട് വെക്കുന്നതാണ് കാണിക്കുന്നത്. മുന്തിരി നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലൊരു പിന്ന് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഉപ്പും എരിവും സ്വർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ട് പിടിച്ച് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് കുത്തി കൊടുക്കുന്നത്. ഏത് മുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പിലിട്ട് വെച്ച മുളകാണ് ഉപയോഗിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ച് മുളകും അതുപോലെ അര ഗ്ലാസ് വെള്ളത്തിൽ 1/4 ഗ്ലാസ് സ്വർക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ടാവും. സംസാരിക്കുന്ന കൂട്ടത്തിൽ കസിൻ എപ്പോഴും പറഞ്ഞൊരു അറിവ് മാത്രം വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് മുന്തിരി ഉപ്പിലിടുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമായിട്ട് മാറിയിട്ടുണ്ട്. ഹോൾസൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായിട്ട് ഉള്ളിലെ പൾപ്പൊക്കെ നല്ല രീതിയിൽ തരിപ്പ് വരുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ വീഡിയോ. ഇനി അടുത്തൊരു ഐറ്റം ഉരുളക്കിഴങ്ങ് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അതിനായിട്ട് ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ചായിട്ട് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്ത് മസാല തയ്യാറാക്കിയെടുക്കുക. ഈ ഒരു ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി മസാല തയ്യാറായ ശേഷം തൊലി കളഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് 2 സൈഡിലും ഓരോ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് താഴ്ഭാഗത്ത് കട്ടാവാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 2 സൈഡിലോട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിക്കൊന്നും വെച്ചിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലൊന്ന് മുക്കിയിട്ട് 2 സൈഡിലോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത്തിരി ടൊമാറ്റോ കച്ചപ്പ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടുത്തൊരു ഐറ്റം തയ്യാറാക്കുന്നത് പച്ചമാങ്ങ കൊണ്ടാണ്. എരിവിനനുസരിച്ച് മുളകും പച്ചമാങ്ങയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സ്വർക്കയോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു ഐറ്റം ഇതാണ്. അടുത്തതായിട്ട് കോഴിമുട്ടയും നല്ല പഴുത്ത പഴം ഉപയോഗിച്ച് ചെയ്തെടുക്കുന്നതാണ്. പഴം ചെറുതായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 2 കോഴിമുട്ട ഒന്ന് മിക്സിയിലിട്ടിട്ട് ഇത്തിരി ഏലക്കപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ അടിക്കുന്ന ടൈമിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചിട്ട് അരിഞ്ഞു വെച്ച പഴത്തിലോട്ടൊന്ന് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി ചൂടായ ചട്ടിയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇനി കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സൈഡിലോട്ട് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. നേന്ത്രപ്പഴം കോഴിമുട്ടൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന ഒരൈറ്റാണ്. അടുത്തതായിട്ട് കിയാർ ഉപ്പിലിടുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് കിയാറൊന്ന് 3ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നീളത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ 1-2 ദിവസം കൊണ്ടൊക്കെ കഴിക്കാനാണെങ്കിൽ ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ചധികം ദിവസങ്ങൾ വെച്ച് കഴിക്കാനാണെങ്കിൽ ഇത്തിരി കട്ടിയിൽ തന്നെ ഓരോ പീസും ഒന്ന് അരിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ കിയാറാണെങ്കിൽ തൊലി കളയാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കുംബറാണെങ്കിൽ തൊലി കളഞ്ഞും ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും മുളകും വെള്ളം സ്വർക്കൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ സെറ്റായി കിട്ടും. ഇതിപ്പോൾ 2 ദിവസമായതാണ് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പാനിപൂരി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ആദ്യം ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിന് പുളിയും 1 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1.5 കയ്യിൽ പഞ്ചസാരയും കൂടെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട്. അതൊന്ന് കുറുകി വരുന്ന ടൈം കൊണ്ട് ഒരു മിക്സിൻ്റെ ജാറിൽ മല്ലിയില പുതിനയില ആവശ്യത്തിന് ഉപ്പ് 1-2 സ്പൂണ് സ്വർക്ക കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഉരുളക്കിഴങ്ങ് എടുത്തതിനനുസരിച്ച് ആവശ്യത്തിനുള്ള സവാള ഇതുപോലൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. പുളിവെള്ളം കുറച്ചൊന്ന് കുറുക്കിയെടുത്താൽ മതിയാവും. പഴയൊരു ചട്ടിയിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ കുറുക്കിയെടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചതും പുളിവെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടാവും. 3 വിസിലോളം അടിച്ചാൽ മതിയാവും. ഇനി അതൊന്ന് ഉടച്ചെടുത്ത ശേഷം 1 ടീസ്പൂണ് ചിക്കൻ മസാല നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി പാനിപൂരിൻ്റെ പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഫില്ലിങ്സ് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച നീര് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയ പാനിപൂരി റെഡി ആയിട്ടുണ്ട്.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ചെയ്യണേ. അടുത്തതായിട്ട് ഏന്തക്ക ഉപ്പിലിടുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. കട്ട് ചെയ്യാതെ നേരിട്ടിട്ട് ഉപ്പിലിടാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും മുളകും സുർക്കയും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ഏന്തക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ നീര് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ.